വാതിൽ തുറക്കുന്നില്ല. എനിക്ക് വല്ലാത്ത ബേജാറായി. കാരണം അടിക്കുള്ള ആള് താഴെ ഇരിപ്പുണ്ട്. ഇവർ രണ്ടുപേരും എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ലല്ലോ. വല്ലാത്ത പേടിയായി. 5 മിനിറ്റ് കഴിഞ്ഞു. കുറെ നേരം കഴിഞ്ഞിട്ട് വാതിൽ തുറക്കാതെ വന്നപ്പോ ഞാൻ വാതിൽ തെള്ളി തുറന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, ഞങ്ങളെ പിരിപ്പിക്കാൻ പാടില്ല. പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇതിലേ ഇറങ്ങി ഈ പള്ളിപ്പറമ്പിലെ കബറങ്കാടിന്റെ സൈഡേ ഒരു വഴിയുണ്ട്, ഇതിലേ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്തിട്ട് താമസിക്ക്, വീട്ടിൽ പോകരുത്. അള്ളാഹു മന്ദിരമാടാകട്ടെ. ഞാൻ അവർക്ക് കൊടുത്തൊരു ഉപദേശം, അത് ഉള്ളതും ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ ജീവിക്കാൻ വിടാത്തത് നിങ്ങളുടെ വീട്ടുകാരാ, അവരുടെ വാശിയാ. നിങ്ങൾ വിധവയാകുന്നതിലോ നിങ്ങൾ പിരിയുന്നു അവർക്ക് വിഷയമില്ല, വാശി. രണ്ടുപേരും അതിലെ ഇറങ്ങിപ്പോയി. ഞാൻ താഴെ ചെല്ലുമ്പോഴും അഡ്വക്കേറ്റിന്റെ പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് ഇന്ന് പല കുടുംബജീവിതത്തിലും. ഇവിടെ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. കാരണം ഇവര് സംസാരിക്കാൻ വിടത്തില്ല, അവര് സംസാരിക്കാൻ വിടത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് കാരണം അതോ പെണ്ണിനും പെണ്ണിന്റെ വാപ്പായും എല്ലാ വാശി, എല്ലാത്തിനും വാശി. വാളെടുത്തവനൊക്കെ എന്താ പറയാ, വാളെടുത്തവനൊക്കെ എന്ന് പറയുന്നത് എല്ലാരും ഇങ്ങനെ നിൽക്കുക, വരുന്നവനും പോകുന്നവനും എല്ലാം ഇങ്ങനെ. വേണ്ട വേണ്ട, വിടണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിക്കടോ. അള്ളാന്റെ റസൂൽ എന്ന് പറയുന്ന പിതാവ് സ്നേഹിച്ചതുപോലെ ഒരു ഉപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല. ആ ഉപ്പ ആ മകളോട് ചോദിച്ച ചോദ്യം, മോളെ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അള്ള തരുന്ന പ്രതിഫലം അറിയില്ല ഉപ്പ. നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. എല്ലാത്തിനും നബിതങ്ങൾ പറഞ്ഞു, നീ എന്ത് ചെയ്താലും പ്രതിഫലം. അള്ളാന്റെ റസൂല് ഫാത്തിമയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, ഭക്ഷണം വെച്ചാൽ, വസ്ത്രം കഴുകിയാൽ, വീട് തൂത്താൽ, നീ ഗർഭം ചുമന്നാൽ, പാല് കൊടുത്താ, മക്കളെ വളർത്തിയാ, എന്ത് ചെയ്താലും അള്ളാഹു തരുന്ന പ്രതിഫലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു മകളോടും മരുമകനോടും. എന്നിട്ട് അള്ളാന്റെ റസൂൽ അവസാനം പറഞ്ഞു,